27 വർഷങ്ങൾക്ക് മുൻപ് പാലക്കാട് ജില്ലയിലെ അഗളിയിലുള്ള വനപ്രദേശത്ത് നടന്ന അത്യന്തം ദാരുണവും നിഗൂഢവുമായ ഒരു ഇരട്ടക്കൊലപാതകത്തിന്റെ നാൾവഴികളാണിത്. യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെ ഇരുട്ടിന്റെ മറവിൽ നടന്ന ഒരു ക്രൂരകൃത്യത്തെ കേരള പോലീസ് തങ്ങളുടെ ഇച്ഛാശക്തിയും ബുദ്ധിസാമർഥ്യവും കൊണ്ട് ചുരുളഴിച്ചതിന്റെ ചരിത്രം കൂടിയാണിത്. അഗളി പോലീസ് സ്റ്റേഷനിൽ നിന്നും ഏകദേശം 15 കിലോമീറ്ററോളം ഉള്ളിലേക്ക് മാറി കൊടുങ്കാടിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പുലിയൂർ എന്ന ആദിവാസി ഗ്രാമത്തിലാണ് നാടിനെ ഒന്നാകെ നടുക്കിയ ഈ സംഭവം അരങ്ങേറിയത്. ഇന്നത്തെ പോലെ യാത്രാ സൗകര്യങ്ങളോ വാർത്താവിനിമയ സംവിധാനങ്ങളോ ഇല്ലാതിരുന്ന അക്കാലത്ത് വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത കാൽനടയാത്ര മാത്രം സാധ്യമായിരുന്ന ആ പ്രദേശം പുറം ലോകവുമായി അധികം ബന്ധമില്ലാതെ തീർത്തും ഒറ്റപ്പെട്ട നിലയിലായിരുന്നു. ഗിരിവർഗക്കാർ കൂടുതലായി താമസിച്ചിരുന്ന ആ കോളനിയിൽ രാത്രിയും പകലും വ്യത്യാസമില്ലാതെ എപ്പോഴും വന്യമൃഗങ്ങളുടെ ശല്യവും പ്രകൃതിയുടെ കടുത്ത വെല്ലുവിളികളും നിറഞ്ഞു നിന്നിരുന്നു. മാധവൻ, ഭാര്യ തങ്കമണി എന്ന തങ്കക്കൊടി എന്നിവരായിരുന്നു ആ ദുരന്തരാത്രിയിൽ ദാരുണമായി കൊല്ലപ്പെട്ടത്. ഏറെ കഷ്ടപ്പെട്ട് ജീവിതം കരുപ്പിടിപ്പിക്കാൻ ശ്രമിച്ചിരുന്ന ആ സാധാരണ ദമ്പതികളുടെ മരണം ആ ഗ്രാമത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി. ഇവരുടെ ഇളയ മകനാണ് ക്രൂരമായ ഈ കൊലപാതകം ആദ്യമായി കാണാനിടയായത്. കനത്ത മഴ പെയ്യുന്ന ഒരു രാത്രിയിലായിരുന്നു സംഭവം. പുറത്ത് മഴയുടെ ഇരമ്പലും കാറ്റിന്റെ ദീനരോദനവും മാത്രം കേട്ടിരുന്ന ആ യാമത്തിൽ വീട്ടിനുള്ളിൽ നിന്നും അസാധാരണമായ ശബ്ദങ്ങളും നിലവിളിയും കേട്ടാണ് കുട്ടി ഞെട്ടിയുണർന്നത്. കൂരിരുട്ട് നിറഞ്ഞ ആ മുറിക്കുള്ളിൽ തന്റെ അമ്മയെ ആരോ ക്രൂരമായി ആക്രമിക്കുന്നത് കണ്ട ആ പിഞ്ചുകുഞ്ഞ് ഭയന്നു വിറച്ചു. വെളിച്ചമില്ലാത്തതിനാൽ അക്രമിയെ വ്യക്തമായി കാണാൻ കുട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ഇരുട്ടിലെ അവ്യക്തത കൊണ്ടും ഭയം കൊണ്ടും സ്വന്തം അച്ഛനാണ് അമ്മയെ ആക്രമിക്കുന്നത് എന്നാണ് ആ കുട്ടി തെറ്റിദ്ധരിച്ചത്. ഭയം താങ്ങാനാവാതെ ഉറക്ക നിലവിളിച്ചുകൊണ്ട് കുട്ടി വീട്ടിൽ നിന്നും പുറത്തേക്കോടി. മഴയെയും ഇരുട്ടിനെയും വകവയ്ക്കാതെ ജീവൻ കയ്യിൽ പിടിച്ച് അയൽവാസിയായ തങ്കൻ എന്നയാളുടെ വീട്ടിലേക്കാണ് കുട്ടി പ്രാണരക്ഷാർത്ഥം ഓടിയെത്തിയത്. അച്ഛനമ്മയെ കത്തികൊണ്ട് കുത്തുന്നു എന്നാണ് വിറയാർന്ന ശബ്ദത്തിൽ ആ കുട്ടി തങ്കനോട് പറഞ്ഞത്. ഈ വിവരമറിഞ്ഞ് ഞെട്ടിയ തങ്കനും മറ്റു ചില അയൽവാസികളും ചേർന്ന് മഴയത്തു തന്നെ മാധവന്റെ വീട്ടിലേക്ക് ഓടിയെത്തി. അവിടെ അവർ കണ്ടത് അത്യന്തം ഭയാനകവും ഹൃദയഭേദകവുമായ ഒരു കാഴ്ചയായിരുന്നു. വീട്ടിനുള്ളിൽ രക്തത്തിൽ കുളിച്ചു ജീവനില്ലാതെ കിടക്കുന്ന തങ്കമണിയെയാണ് അവർ ആദ്യം കണ്ടത്. എന്നാൽ അവരെ കൂടുതൽ അമ്പരപ്പിച്ചത് മറ്റൊരു കാര്യമായിരുന്നു. ഭാര്യയെ ആക്രമിച്ചു എന്ന് കുട്ടി പറഞ്ഞ മാധവൻ വീടിനു പുറത്ത് മുറ്റത്തായി രക്തം വാർന്നു മരിച്ച നിലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇതോടെ അതൊരു കുടുംബവഴക്കോ സാധാരണ കൊലപാതകമോ അല്ലെന്നും പുറത്തുനിന്നെത്തിയ ആരോ നടത്തിയ അതിക്രൂരവും ആസൂത്രിതവുമായ ഇരട്ട കൊലപാതകമാണെന്നും നാട്ടുകാർക്ക് മനസ്സിലായി. നിമിഷനേരം കൊണ്ട് ആ കൊച്ചു വനഗ്രാമം മുഴുവൻ വലിയൊരു ഭീതിയിലാണ്ടു. ആർക്കാണ് ഈ പാവപ്പെട്ട ദമ്പതികളോട് ഇത്രമാത്രം വൈരാഗ്യമുള്ളത് എന്ന ചോദ്യം എല്ലാവരുടെയും മനസ്സിലുയർന്നു. നേരം പുലർന്നതോടെ വിവരം കാൽനടയായി പോയി അഗളി പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. സംഭവസ്ഥലത്തേക്ക് എത്തിച്ചേരുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു. മഴക്കാലമായതിനാൽ കാട്ടിലൂടെയുള്ള യാത്ര അങ്ങേയറ്റം ദുഷ്കരമായിരുന്നു. വാഹനങ്ങൾ പോകാത്ത 14 കിലോമീറ്ററോളം ദൂരം ചേറും ചെളിയും നിറഞ്ഞ കാട്ടുപാതയിലൂടെ കാൽനടയായി സഞ്ചരിച്ചാണ് ഉദ്യോഗസ്ഥർ പുലിയൂരിലെത്തിയത്. ഉന്നത ഉദ്യോഗസ്ഥയായ ബി സന്ധ്യയുടെ പ്രത്യേക മേൽനോട്ടത്തിലായിരുന്നു കേസിന്റെ അന്വേഷണം ആരംഭിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥർക്കൊപ്പം സയന്റിഫിക് അസിസ്റ്റന്റ് സുമതി ഉൾപ്പെടെയുള്ള ഫോറൻസിക് വിദഗ്ധരും ഏറെ പണിപ്പെട്ട സംഭവസ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി. മൂർച്ചയേറിയ ഏതോ ഒരു ആയുധം ഉപയോഗിച്ചാണ് രണ്ടുപേരെയും കൊലപ്പെടുത്തിയിരിക്കുന്നത് എന്ന് പ്രാഥമിക പരിശോധനയിൽ തന്നെ വ്യക്തമായി. ശരീരത്തിലേറ്റ ആഴത്തിലുള്ള മുറിവുകൾ കൊലയാളിയുടെ ക്രൂരത വിളിച്ചോതുന്നതായിരുന്നു. മാധവൻ പുറത്തുവച്ചും തങ്കമണി വീട്ടിനുള്ളിൽ വെച്ചുമാണ് ആക്രമിക്കപ്പെട്ടത് എന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നു. യാതൊരുവിധ തെളിവുകളും അവശേഷിപ്പിക്കാതെയാണ് ഘാതകൻ രക്ഷപ്പെട്ടത്. വിരലടയാളങ്ങളോ മറ്റു സൂചനകളോ മഴയിൽ ഒലിച്ചു പോവുകയോ നശിച്ചു പോവുകയോ ചെയ്തിരുന്നു. ഗ്രാമവാസികളെല്ലാവരും വലിയ ഭയത്തിലായിരുന്നു. പുറത്തുനിന്നുള്ള ആർക്കും എളുപ്പത്തിൽ കടന്നുവരാൻ കഴിയാത്ത പ്രദേശമായതിനാൽ ഗ്രാമത്തിലുള്ളവരോ അല്ലെങ്കിൽ അവരുമായി അടുത്ത ബന്ധമുള്ളവരോ ആകാം കൊലയാളി എന്ന പ്രാഥമിക നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നു. തുടർന്ന് ദിവസങ്ങളോളം പോലീസ് ഉദ്യോഗസ്ഥർ ആ ആദിവാസി കോളനിയിൽ തന്നെ ക്യാമ്പ് ചെയ്ത് അന്വേഷണം ആരംഭിച്ചു.
കൃത്യമായ ഭക്ഷണമോ കുടിക്കാൻ ശുദ്ധജലമോ വിശ്രമിക്കാനുള്ള സുരക്ഷിതമായ സൗകര്യങ്ങളോ ഇല്ലാതെയാണ് പോലീസുകാർ അവിടെ കഴിഞ്ഞുകൂടിയത്. ഓരോ ഗ്രാമവാസിയെയും അവർ വിശദമായി ചോദ്യം ചെയ്തു. മാധവനും തങ്കമണിയും തമ്മിൽ പ്രണയവിവാഹമായിരുന്നു എന്നതിനാൽ ആ വഴിയിലും അന്വേഷണം നടന്നു. തങ്കമണിയുടെ വീട്ടുകാർക്ക് തുടക്കത്തിൽ ഈ വിവാഹത്തോട് വലിയ എതിർപ്പുണ്ടായിരുന്നു. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ആ പഴയ വൈരാഗ്യം ഒരു കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള യാതൊരു സാധ്യതയും പോലീസ് കണ്ടില്ല. കുട്ടിയോട് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞ അയൽവാസിയായ തങ്കനെയും പോലീസ് പലതവണ ചോദ്യം ചെയ്തു നോക്കിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താനായില്ല. കേസ് ഒരു വഴിമുട്ടിയ അവസ്ഥയിലേക്ക് നീങ്ങുകയാണോ എന്ന് പോലീസിന് പോലും തോന്നിത്തുടങ്ങി. ഏകദേശം 1 മാസത്തോളം നീണ്ട അവിശ്രമമായ അന്വേഷണത്തിനൊടുവിലാണ് പോലീസിന് നിർണായകമായ ഒരു സൂചന ലഭിക്കുന്നത്. പരമ്പരാഗതമായ അന്വേഷണ രീതികളിൽ നിന്നും മാറി മാധവന്റെ സാമ്പത്തിക ഇടപാടുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് ഈ കേസിൽ വഴിത്തിരിവായത്. മാധവൻ കുറച്ചുനാൾ മുൻപ് തന്റെ പേരിലുണ്ടായിരുന്ന കുറച്ചു ഭൂമി വിറ്റിരുന്നുവെന്നും അതിൽ നിന്നും ലഭിച്ച വലിയൊരു തുക പണമായി അദ്ദേഹത്തിന്റെ കൈവശമുണ്ടായിരുന്നുവെന്നും പോലീസിന് മനസ്സിലായി. ഈ സാമ്പത്തിക ഇടപാടിനെക്കുറിച്ചും വീട്ടിൽ പണം സൂക്ഷിച്ചിട്ടുള്ളതിനെക്കുറിച്ചും അറിയാവുന്നവരെ ചുറ്റിപ്പറ്റിയായി പിന്നീട് പോലീസിന്റെ അന്വേഷണം. ഇതിലൂടെയാണ് ഗ്രാമവാസിയും ദമ്പതികൾക്ക് പരിചയക്കാരനുമായ രാധാകൃഷ്ണൻ എന്നയാളിലേക്ക് അന്വേഷണ സംഘത്തിന്റെ സംശയമുന തിരിയുന്നത്. രാധാകൃഷ്ണന്റെ ദൈനംദിന പെരുമാറ്റത്തിലുണ്ടായ ചില പൊരുത്തക്കേടുകളും പോലീസിന്റെ സംശയം വർദ്ധിപ്പിച്ചു. കൊലപാതകം നടന്ന ദിവസം മുതലുള്ള അയാളുടെ നീക്കങ്ങൾ പോലീസ് രഹസ്യമായി നിരീക്ഷിച്ചു. തുടർന്ന് അയാളുടെ സഹോദരിയിൽ നിന്നും പോലീസിന് ചില നിർണായക വിവരങ്ങൾ ലഭിച്ചു. സംഭവദിവസം രാത്രി രാധാകൃഷ്ണൻ വീട്ടിലുണ്ടായിരുന്നില്ലെന്നും അയാളുടെ നീക്കങ്ങളിൽ അസ്വാഭാവികതയുണ്ടായിരുന്നുവെന്നും പോലീസിന് ബോധ്യമായി. കൂടുതൽ തെളിവുകൾ ശേഖരിച്ച ശേഷം പോലീസ് രാധാകൃഷ്ണനെ കസ്റ്റഡിയിലെടുത്തു. തുടക്കത്തിൽ തനിക്കൊന്നും അറിയില്ലെന്നു പറഞ്ഞ് അയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലീസിന്റെ ശാസ്ത്രീയമായ ചോദ്യം ചെയ്യലിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അയാൾക്കായില്ല. ഒടുവിൽ അയാൾ തന്റെ കുറ്റം സമ്മതിച്ചു. പണത്തോടുള്ള അതിയായ ആർത്തിയാണ് ആ യുവാവിനെ ഇത്രയും വലിയൊരു കൊടും ക്രൂരത ചെയ്യാൻ പ്രേരിപ്പിച്ചത്. മാധവന്റെ കൈവശം ഭൂമി വിറ്റ പണമുണ്ടെന്ന് മനസ്സിലാക്കിയ രാധാകൃഷ്ണൻ അത് അപഹരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അന്ന് രാത്രി ആ വീട്ടിലെത്തിയത്. മഴയുടെയും ഇരുട്ടിന്റെയും മറപിടിച്ച് വീട്ടിലേക്ക് പതുങ്ങിയെത്തിയ അയാളെ അപ്രതീക്ഷിതമായി വീടിനു പുറത്തുവച്ച് മാധവൻ കാണാനിടയായി. തന്നെ തിരിച്ചറിഞ്ഞാൽ പിടിക്കപ്പെടുമെന്ന് ഭയന്ന രാധാകൃഷ്ണൻ കയ്യിൽ കരുതിയിരുന്ന മൂർച്ചയേറിയ കത്തി ഉപയോഗിച്ച് യാതൊരു ദയയുമില്ലാതെ മാധവനെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു. നിലത്തു വീണ മാധവന്റെ മരണം ഉറപ്പാക്കിയ ശേഷം പണം മോഷ്ടിക്കാനായി അയാൾ വീട്ടിനുള്ളിൽ കടന്നു. എന്നാൽ ശബ്ദം കേട്ടുണർന്ന തങ്കമണി അയാളെ കണ്ടു. അവരെയും അയാൾ അതിക്രൂരമായി കുത്തിവീഴ്ത്തി. ഇതിനിടയിലാണ് ഇരുട്ടിൽ നിന്നും ശബ്ദം കേട്ട് കുട്ടിയുണർന്നത്. വെളിച്ചമില്ലാത്തതിനാൽ സ്വന്തം അച്ഛനാണ് അമ്മയെ ആക്രമിക്കുന്നതെന്ന് കുട്ടി തെറ്റിദ്ധരിക്കുകയായിരുന്നു. കുട്ടിയുടെ ഈ തെറ്റിദ്ധാരണയാണ് തുടക്കത്തിൽ പോലീസിനെ തെറ്റായ ദിശയിലേക്ക് നയിച്ചത്. 2 ജീവനുകൾ കവർന്നെടുത്ത ശേഷം അവിടെയുണ്ടായിരുന്ന പണവുമായി അയാൾ ഇരുട്ടിലേക്ക് തന്നെ മറഞ്ഞു. കൊലപാതകത്തിനു ശേഷം ആരുമറിയാതെ പണവുമായി കടന്നുകളഞ്ഞ രാധാകൃഷ്ണൻ യാതൊന്നും സംഭവിക്കാത്തതുപോലെ പിറ്റേ ദിവസം മുതൽ നാട്ടുകാർക്കൊപ്പം കൂടി. താൻ ഒരിക്കലും പിടിക്കപ്പെടില്ലെന്ന അമിതമായ ആത്മവിശ്വാസം അയാൾക്കുണ്ടായിരുന്നു. എന്നാൽ സത്യസന്ധരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ അർപ്പണബോധത്തോടെയുള്ള അന്വേഷണത്തിനു മുന്നിൽ അയാളുടെ തന്ത്രങ്ങളൊന്നും തന്നെ വിലപ്പോയില്ല. കൃത്യം നടത്താൻ ഉപയോഗിച്ച കത്തിയും മോഷ്ടിച്ച പണത്തിന്റെ ബാക്കി ഭാഗവും ഉൾപ്പെടെയുള്ള തൊണ്ടിമുതലുകൾ പോലീസ് അയാളുടെ സഹായത്തോടെ തന്നെ കണ്ടെടുക്കുകയും കൃത്യമായ തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. പാലക്കാട് സെഷൻസ് കോടതിയാണ് ഈ ചരിത്രപ്രധാനമായ കേസിൽ വിധി പ്രസ്താവിച്ചത്. സാക്ഷിമൊഴികളും ശാസ്ത്രീയ തെളിവുകളും പരിശോധിച്ച കോടതി രാധാകൃഷ്ണൻ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുകയും അയാൾക്ക് ജീവപര്യന്തം തടവുശിക്ഷ വിധിക്കുകയും ചെയ്തു. യാതൊരുവിധ ശാസ്ത്രീയ തെളിവുകളോ വ്യക്തമായ ദൃക്സാക്ഷികളോ ഇല്ലാതിരുന്ന കാടിനുള്ളിലെ തികച്ചും ഒറ്റപ്പെട്ടൊരു പ്രദേശത്തു നടന്ന ഈ കൊലപാതക കേസ് ഇത്രയും കൃത്യതയോടെ തെളിയിക്കാൻ കഴിഞ്ഞത് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നിരന്തരമായ പരിശ്രമവും ഇച്ഛാശക്തിയും കൊണ്ടുമാത്രമാണ്. സത്യം എത്രയൊക്കെ ആഴത്തിൽ കുഴിച്ചുമൂടാൻ ശ്രമിച്ചാലും അതൊരുനാൾ പുറത്തുവരും എന്നതിൻ്റെ ഏറ്റവും മികച്ച ഉദാഹരണമായി അഗളിയിലെ ഈ അന്വേഷണ ചരിത്രം ഇന്നും അവശേഷിക്കുന്നു. നീതിക്കുവേണ്ടിയുള്ള പോരാട്ടത്തിൽ ഒരു വീട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത നിയമസംവിധാനത്തിന്റെ വിജയമായി ഈ കേസ് എക്കാലത്തും സ്മരിക്കപ്പെടും. പണത്തിനോടുള്ള മനുഷ്യന്റെ ആർത്തി എത്രത്തോളം ഭയാനകമായ ദുരന്തങ്ങളിലേക്കാണ് നയിക്കുക എന്ന വലിയൊരു പാഠം കൂടിയാണ് ഈ സംഭവം സമൂഹത്തിന് നൽകുന്നത്.
ആരും തിരിഞ്ഞുനോക്കാനില്ലാത്ത ഒരാദിവാസി ഗ്രാമത്തിൽ നടന്ന കൊലപാതകമായിരുന്നിട്ടും പ്രതിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുന്നതുവരെ വിശ്രമമില്ലാതെ പ്രവർത്തിച്ച അക്കാലത്തെ പോലീസ് ഉദ്യോഗസ്ഥരുടെ ത്യാഗം സമാനതകളില്ലാത്തതാണ്. കാലമെത്ര കഴിഞ്ഞാലും ഈ കേസിന്റെ നാൾവഴികൾ കുറ്റാന്വേഷണ ചരിത്രത്തിലെ തിളക്കമുള്ളൊരധ്യായമായി എക്കാലവും നിലനിൽക്കും. ഇതേപോലത്തെ ഇന്ത്യയിൽ അകത്തും പുറത്തും നടന്നതുമായ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറീസ് പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. കേൾക്കുക, അഭിപ്രായം അറിയിക്കുക.